മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ആഗസ്റ്റ് 19 ബുധൻ. നീറ്റ് ചോർച്ചയിലെ ജാള്യം മറച്ചുപിടിക്കാൻ പാർലമെന്റ് സമ്മേളനം തന്നെ ബലികൊടുത്ത മോദി സർക്കാർ മുഖക്കെട്ട് നിൽക്കെ ജുഗുപ്സാവഹമായ മറ്റൊരു സംഭവം കൂടി തൽക്കാലം പുറത്തറിയിക്കേണ്ടതില്ലെന്ന കരുതൽ കാരണമാണ് NTA കാലതാമസം വരുത്തിയത് എന്ന് ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. പരീക്ഷാ നടത്തിപ്പിലെ മറിമായങ്ങൾ. ഈ വർഷത്തെ നീറ്റ് പരീക്ഷ എഴുതിയ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ മുഴുവൻ അമ്പരപ്പിലും പരിഭ്രാന്തിയിലും ആഴ്ത്തിക്കൊണ്ട് ചോദ്യപേപ്പർ ചോർന്നതും വൻ തുകക്ക് വിൽപ്പനയായതുമായ വാർത്ത പുറത്തു വന്നപ്പോൾ 20-ൽ പരം വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയ ദുരന്തം CJP എന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ പിറവിക്കും ജൂൺ 6 മുതൽ ജൂലൈ 25 വരെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയെ പിടിച്ചുകുലുക്കിയ പ്രതിഷേധ സമരത്തിനും വഴിയൊരുക്കിയ സംഭവത്തിന്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കും NTA പുനഃസംഘടനയ്ക്കും നിർബന്ധിതമായ മോദി സർക്കാർ വിവിധ പരിഹാര നടപടികളിലൂടെ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കവെയാണിപ്പോൾ UGC നെറ്റിന്റെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി പരീക്ഷകൾ റദ്ദാക്കേണ്ടി വന്നിരിക്കുന്നത്. പരീക്ഷ കഴിഞ്ഞ് 1.5 മാസത്തിനു ശേഷമാണ് 84 വിഷയങ്ങളിലെ താൽക്കാലിക ഉത്തരസൂചിക NTA പ്രസിദ്ധീകരിച്ചത്. ചോദ്യപേപ്പറിൽ വസ്തുതാപരവും ഘടനാപരവും പരിഭാഷാപരവുമായ ഒട്ടേറെ പിഴവുകൾ കടന്നുകൂടിയ വിവരം നാട്ടിലാകെ പാട്ടായതോടെ പ്രസ്തുത വിഷയങ്ങളിലെ പരീക്ഷ റദ്ദാക്കി സെപ്റ്റംബർ 9, 10 തീയതികളിൽ പുനഃപരീക്ഷ പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുന്നു. ജൂണിൽ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ ചോദ്യപേപ്പറിൽ ഗുരുതര പിഴവുകളും വ്യാകരണത്തെറ്റും ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളും അക്കാദമീഷ്യന്മാരും രംഗത്തു വന്നിരുന്നതാണ്. പക്ഷേ NTA തെറ്റ് സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. ഉത്തരസൂചികയുടെ പ്രസിദ്ധീകരണവും ഫലപ്രഖ്യാപനവും അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോയി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ ജാള്യം മറച്ചുപിടിക്കാൻ പാർലമെന്റ് വർഷ സമ്മേളനം തന്നെ ബലികൊടുത്ത മോദി സർക്കാർ മുഖം കെട്ടി നിൽക്കെ ജുഗുപ്സാവഹമായ മറ്റൊരു സംഭവം കൂടി തൽക്കാലം പുറത്തറിയിക്കേണ്ടതില്ലെന്ന കരുതൽ കാരണമാണ് നീറ്റ് പരീക്ഷ റദ്ദാക്കലും പുനഃപരീക്ഷാ പ്രഖ്യാപനവും NTA ഇത്രയും വൈകിച്ചതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒരു പരീക്ഷ പോലും കൃത്യമായി നടത്താൻ കഴിയാത്ത മോദി സർക്കാരിന് കീഴിൽ വിദ്യാർത്ഥികളാണ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത് വസ്തുതാപരമല്ലെന്ന് വാദിക്കാൻ കഴിയില്ല. NTA 50 പേരെ പുറത്താക്കിയെന്ന് പുതിയ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ മന്ത്രാലയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതാരെല്ലാമാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. നീറ്റ് പേപ്പർ ചോർച്ചയെ തുടർന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭം മൂർച്ഛിച്ചപ്പോൾ 47 പേരെ NTA പുറത്താക്കിയിരുന്നു. 32 പേർ മാത്രമാണത്രേ NTA സ്ഥിരം ജീവനക്കാർ. ബാക്കിയുള്ള 197 പേർ പുറം കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവരാണ്. നേരത്തെ പുറത്താക്കപ്പെട്ടവരും ഇപ്പോൾ പുറത്താക്കപ്പെട്ടവരും ആരെന്ന് വ്യക്തമാകാത്തിടത്തോളം മിക്കവാറും കരാർ ജീവനക്കാരാവും പുറത്തു പോവേണ്ടി വന്നവരെന്ന് കരുതാനാണ് ന്യായം. സ്ഥിരം ജീവനക്കാർ സ്വാഭാവികമായും BJP RSS നേതൃത്വത്തിന്റെ വേണ്ടപ്പെട്ടവരുമാവും. സത്യത്തിൽ നീറ്റ്, നെറ്റ് പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ചയോ NTA പിടിപ്പുകേടുകളോ മാത്രമല്ല പ്രശ്നം. മർമ്മപ്രധാനമായ മാനവ വിഭവശേഷി എന്ന വിദ്യാഭ്യാസ വകുപ്പിനെ മൊത്തമായി തന്നെ പൊളിച്ചു പണിയുന്ന യത്നത്തിലാണ് ഹിന്ദുത്വ സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നതെന്ന കാര്യം 2014 മുതൽ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വൻ കുതിച്ചുചാട്ടത്തിന് വിധേയമാവുകയും ലോകത്തിന്റെ ചിത്രം തന്നെ ആമൂലാഗ്രം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് കാലഘട്ടത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. അതിനൊത്ത് 140 കോടി ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായ ഇന്ത്യയും മൗലികവും അത്യാധുനികവുമായ മാറ്റത്തിന് വിധേയമാവേണ്ടത് പ്രാഥമിക ആവശ്യമാണ്. അല്ലാത്ത പക്ഷം നമുക്ക് ലോകത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ വരും. നമ്മുടെ തലമുറകൾ അത്യന്താധുനിക മാനവിക വികാസത്തിനു മുന്നിൽ നിസ്സഹായരാവും. ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും വലിയ തൊഴിലില്ലാ പടമായി മാറിയിരിക്കുന്നു നമ്മുടെ യുവജന സഖ്യ. പക്ഷെ ഇതേക്കുറിച്ചല്ല ഇന്ത്യയുടെ ഭരണാധികാരികളുടെ ഉത്കണ്ഠയും താല്പര്യവും. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഇതിഹാസങ്ങളുടെയും കഥകളുടെയും പിറകെ പോയി എല്ലാം നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന മിഥ്യാധാരണ അവകാശവാദങ്ങളുമായി വിദ്യാഭ്യാസ രംഗത്തെ ഒന്നാകെ ബഹുകാതം പിന്നോട്ട് വലിക്കാനാണ് ആസൂത്രിത ശ്രമം. അതിനിടയിൽ ലോകത്തിനും രാജ്യത്തിനും തലമുറകൾക്കും അനുപേക്ഷ്യമായ കാലോചിത വിദ്യാഭ്യാസം യോഗ്യരായ പണ്ഡിതന്മാരെയും ശാസ്ത്രകാരന്മാരെയും
വിദഗ്ധരെയും ജാതിയും മതവും ഭാഷയും പരിഗണിക്കാതെ തെരഞ്ഞെടുത്ത് വിദ്യാഭ്യാസ പദ്ധതിയും അതിന്റെ നടത്തിപ്പും അവരെ ഏൽപ്പിക്കണമെന്ന വിചാരവും ആസൂത്രണവും പ്രായോഗികവൽക്കരണ നടപടികളും വേണം. നോബൽ പുരസ്കാര ജേതാവ് CV രാമൻ മുതൽ APJ അബ്ദുൽ കലാം വരെയുള്ളവർക്ക് ജന്മം നൽകിയ ഇന്ത്യ മഹാരാജ്യത്തിന് അപ്രാപ്യമായ ലക്ഷ്യമല്ല അത്. പക്ഷേ തുറന്ന മനസ്സും സദ്വിചാരവും ലക്ഷ്യബോധവും ഭരിക്കുന്നവർക്കുണ്ടാവണമെന്ന് മാത്രം. മാധ്യമം പോഡ്കാസ്റ്റ്.